ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് കുമരകം വരെ പോകണം കേട്ടോ. കുമരകത്തിൻ്റെ ബ്രദറും വൈഫും മോനും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവരെ മീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കുമരകത്ത് ഒരു റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് റിലയൻസിലൊക്കെ കയറി കുറച്ച് സാധനങ്ങൾ ഷോപ്പിംഗ് ഉണ്ട്. അതുവഴി നമ്മൾ കുമരകത്ത് പോയി ഇന്ന് സ്റ്റേ ആട്ടോ. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഇന്ന് കാണാം. ഞങ്ങൾ ഉച്ചയ്ക്ക് ഒരു മണിയായപ്പോഴായിട്ടോ ഇറങ്ങിയത്. അപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ മിന്നു പറഞ്ഞാൽ കടിച്ച് പോയി നമുക്കൊരു മീൽസൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അവിടുത്തെ മീൽസ് നമ്മൾ കഴിച്ചിട്ടില്ല. ബാക്കി അത്യാവശ്യം എല്ലാ മെനുവും ട്രൈ ചെയ്ത് കേട്ടോ. അപ്പോൾ നമ്മളൊരു മീൽസൊക്കെ ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ. ഉച്ചയ്ക്ക് നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മുടെ മീൽസൊക്കെ ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നു. ഫിഷ് കറി മീൽസാണ് ഓർഡർ ചെയ്തത്. ഒരു കരിമീൻ പൊള്ളിച്ചത് ഓർഡർ ചെയ്തു. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല അടിപൊളി ഫുഡായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ കോട്ടയത്തുള്ള ട്രെൻഡ്സിലൊന്ന് കയറി കേട്ടോ. നമുക്ക് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കയറി അത്യാവശ്യം സാധനങ്ങളൊക്കെ മേടിച്ചു. ഞാനൊരു പാൻറ്റാട്ടോ മേടിച്ചത്. അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ ഇറങ്ങി കേട്ടോ ട്രെൻഡ്സിൽ നിന്ന്. പിന്നെ വർക്ക് ഫ്രം ഹോം ആണ്, അതുകൊണ്ടൊരു അർജൻറ്റ് കോൾ വന്നതുകൊണ്ട് നമ്മൾ ഇറങ്ങി കേട്ടോ പെട്ടെന്ന് തന്നെ. അപ്പോൾ ഞങ്ങൾ നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഐഡിയയിൽ വന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇവർക്ക് ഐഡിയയിലാണ് റൂം കൊടുത്തേക്കുന്നത്. ഇനിയിപ്പോൾ 2 വണ്ടിയായിട്ട് പോകണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ചേട്ടനൊരു വണ്ടി റെൻറ്റിന് എടുത്തിട്ടുണ്ട്. അതിന് കയറി പോകാമെന്ന് പറഞ്ഞ് ഒരു ഇന്നോവ എടുത്തിട്ടുണ്ട്. മിക്കവാറും അതിനായിരിക്കും നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മുടെ സാധനം എല്ലായിടത്തും അതേ കേട്ടണേ. ചേട്ടൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണം കോട്ടയത്ത് ഐഡിയ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനുവേണ്ടിയാണ് ചേട്ടനും വൈഫും മോനും കൂടെ വന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് എവിടെയെങ്കിലും പോയി ചില്ല് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കുമരകം പ്ലാൻ പെട്ടെന്ന് സെറ്റ് ചെയ്തത്. വീക്ക് ഡേ ആയതുകൊണ്ട് മിന്നു ഇന്നും വർക്കിംഗ് ആണ്. അതുകൊണ്ട് വണ്ടിക്കകത്തിരുന്ന് വർക്ക് ചെയ്തോളാൻ പറഞ്ഞു. AC ഒക്കെ ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് അത്യാവശ്യം സാധനങ്ങളൊക്കെ മേടിച്ച് സ്നാക്സും ഒക്കെ മേടിച്ച് നമ്മൾ നേരെ കുമരകത്തൊക്കെ വിട്ടു കേട്ടോ. നല്ല തിരക്കുണ്ട്. ഇതാ CMSൻ്റെ അവിടെ എന്തോ പരിപാടി നടക്കുന്നുണ്ടായിരുന്നു. എന്താണെന്ന് നോക്കിയപ്പോഴത്തേക്ക് ഫോമൊക്കെ ഇട്ട് കുറേ പിള്ളേർ അവിടെ നിന്ന് കുളിക്കുന്നൊക്കെ ഉണ്ട്. CMS ഒക്കെ കഴിഞ്ഞ് മുന്നോട്ട് വന്നപ്പോഴത്തേക്ക് ചാലൂന്നിൻ്റെ അവിടെ നിന്ന് റൈറ്റ് പോകാൻ പറഞ്ഞു കേട്ടോ. ചുങ്കം വഴിക്ക് പോകാൻ പറഞ്ഞു. എന്താണെന്ന് നോക്കിയപ്പോൾ എന്തോ റോഡ് ബ്ലോക്ക് എന്ന് പറഞ്ഞു. നീണ്ടൂര് അങ്ങനെ പോകുന്ന ഒരു വഴിയുണ്ട്. അത് ഭയങ്കര ചുറ്റാട്ടോ. ഇടത്താഴെന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നിട്ട് ലെഫ്റ്റ് തിരിഞ്ഞ് കുമരകത്തിന് പോകുന്നത്. അവിടുന്ന് റൈറ്റ് പോയി കഴിഞ്ഞാൽ കേട്ടോ മറ്റേ ഇതൊക്കെ ഉള്ളത്, തണ്ണീർമുക്കം ബണ്ടൊക്കെ ഉള്ളത്. നമ്മളെ ശരിക്കും 15 കിലോമീറ്റർ പോകേണ്ട സ്ഥലത്ത് 30 കിലോമീറ്റർ ഓടിപ്പിച്ചിട്ടോ ഈ സ്ഥലത്ത് കൊണ്ടെത്തിച്ചത്. അത് റോഡ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ അവിടെ ചെറിയൊരു പാലം പണിയുണ്ട്. അതിനാട്ടോ ഇത്രയും നമ്മളെ ചുറ്റിച്ചത്. പക്ഷേ ആ പോകുന്ന വഴിയൊക്കെ അടിപൊളിയാട്ടോ. നല്ല പാടമൊക്കെ ഉള്ള നല്ല അടിപൊളി വ്യൂ ഒക്കെ ഉള്ള സ്ഥലമാട്ടോ. പിന്നെ വഴിയാണെങ്കിലും നല്ല സ്ട്രെയിറ്റ് റോഡാണ്. തിരക്കുമൊന്നുമില്ല. അത്യാവശ്യം വീതിയൊക്കെ ഉള്ള വഴിയാണ്. അങ്ങനെ കുമരകം മുഴുവൻ കണ്ട് ഞങ്ങൾ റിസോർട്ടിൽ വന്ന് കയറിയിട്ടോ. നമ്മൾ കുമരകം പാർക്ക് റിസോർട്ട് എന്നൊരു ഹോട്ടലാട്ടോ ബുക്ക് ചെയ്തിരുന്നത്. ഇത് നമ്മൾ കോട്ടയത്ത് നിന്ന് കുമരകത്ത് വരുമ്പോഴത്തേക്ക് മെയിൻ റോഡിൽ തന്നെ റൈറ്റ് സൈഡിൽ ഇരിക്കുന്ന ബിൽഡിംഗ് കേട്ടോ. അങ്ങനെ കീ ഒക്കെ കിട്ടി നമ്മൾ പോയി ചെക്ക് ഇൻ ചെയ്തു കേട്ടോ. 2 റൂമാണ് നമ്മൾ ബുക്ക് ചെയ്തത്, 212, 213. അപ്പോൾ നമ്മൾ റൂമിൽ കയറി കേട്ടോ. ഇതാ മെയിൻ റോഡിൽ തന്നെ ഒരു റൂമാണ്. നമ്മളെ ഇങ്ങനെ കറക്കി കൊണ്ടുവന്നത് ടോയ്ലറ്റൊക്കെ കൊള്ളാല്ലേ. ഇതാ ഡെൻ്റൽ കിറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട്. എല്ലാം ഉണ്ട്. അത്യാവശ്യം അടിപൊളി സെറ്റപ്പ് അല്ലേ. എനിക്കിതൊരു ഡീലിന് കിട്ടിയത് പിന്നെ എങ്ങനെയാണെന്നറിയോ? എങ്ങനെയാ? എനിക്ക് മേക്ക് മൈ ട്രിപ്പിൻ്റെ MMT ഗോൾഡ് എന്ന് പറഞ്ഞിട്ടൊരു മെമ്പർഷിപ്പ് ഉണ്ട്. അത് നമ്മൾ 50,000 രൂപ ഒരു വർഷം സ്പെൻഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കൊരു എന്താ പറയുക അപ്ഗ്രേഡ്, ഇങ്ങനെയുള്ള ഫ്രീ അപ്ഗ്രേഡ്സ് കിട്ടും. ഈ ഞാൻ ബുക്ക് ചെയ്തത് 1,500 രൂപയുടെ റൂമാണ്. പക്ഷേ എനിക്ക് ഫ്രീ അപ്ഗ്രേഡ് കിട്ടി. നെക്സ്റ്റ് റൂമിലേക്ക് കിട്ടി, 2,500 രൂപയുടെ റൂമിലേക്ക് തന്നെ അപ്ഗ്രേഡ് കിട്ടി. അതാണ് MMT ബ്ലാക്കിൻ്റെ ഗുണം. ആദ്യമായിട്ട് ഒരു MMT ബ്ലാക്ക് ഉള്ളതുകൊണ്ടൊരു ഇത് കിട്ടി, അഡ്വാൻറ്റേജ്. അടിപൊളി റൂമല്ലേ. മറ്റേ റൂം വളരെ ബേസിക് ആയിരുന്നു. അത് വെച്ച് നോക്കുമ്പോൾ അടിപൊളിയാണ് അല്ലേ. ബാൽക്കണി ഉണ്ട്, അതാണ് ഹൈലൈറ്റ്. ഇതിൻ്റെ പേര് കുമരകം പാർക്ക് റിസോർട്ടാണ്. ലേക്ക് അല്ല, പാർക്ക് റിസോർട്ട്. മെയിൻ റോഡിൽ തന്നെയുള്ള കുമരകത്ത് വരുമ്പോൾ, കോട്ടയത്ത് നിന്ന് കുമരകം വഴി വരുമ്പോഴത്തേക്ക് മെയിൻ റോഡിലുള്ള കാണിച്ചു. അതൊരു വെള്ളക്കെട്ടാണ്. അവിടെ പൂളുണ്ട്. അവിടെ പൂളുണ്ട്. പിന്നെ നമ്മുടെ ബാൽക്കണി ഉള്ള റൂമാണ്. ഇങ്ങനത്തെ ഔട്ടർ തള്ളി നിൽക്കുന്ന ബാൽക്കണീസ് ഉണ്ട്. പിന്നെ അവിടെ ആ ഇരിക്കുന്ന നല്ല സ്പോട്ട്, അവിടെയൊക്കെ പോയി വേണം കാണിക്കാം. അമ്പലത്തോട്ടമായി കാണുന്ന മൊഴി, ഫ്രണ്ട് കാണുന്ന മൊഴി. രാവിലെ നമുക്ക് എടുക്കാം. ബെഡൊക്കെ കണ്ടോ, അടിപൊളി ബെഡാട്ടോ. നല്ല വൃത്തിയൊക്കെ ഉണ്ട് കാണാനൊക്കെ. പിന്നെന്താ പിന്നെയുള്ള വെള്ളവും അത്യാവശ്യം അമ്യൂണിറ്റീസ് എല്ലാം തന്നിട്ടുണ്ടല്ലേ. 2,500 രൂപയ്ക്ക് ഇത് ഡീലല്ലേ. നല്ല റൂമും സെറ്റപ്പും ഒക്കെ അല്ലേ. പിന്നെ നമ്മൾ നേരെ കുമരകം ബോട്ട് ജെട്ടിയിലേക്ക് പോയിട്ടോ. അപ്പോൾ ചേച്ചിയും അടിച്ചേട്ടനും കാശിയൊക്കെ ആദ്യമായിട്ടാണ് ഇവിടെ ബോട്ടിങ്ങിന് ഇങ്ങനെ വരുന്നത്. ഹൗസ് ബോട്ടിൽ നമ്മൾ വന്നിട്ടുണ്ട്, അല്ലാതെ ചെറിയ ബോട്ടിൽ ആദ്യമായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് പറഞ്ഞ് നമ്മളവിടെ പോയി കേട്ടോ. 800 രൂപയായിരുന്നു ഒരു മണിക്കൂറിന് കേട്ടോ. നമ്മൾ വന്നപ്പം ഇച്ചിരി ലേറ്റ് ആയിരുന്നു. ഒരു 6 മണി ആ സമയമൊക്കെ ആയായിരുന്നു. 7 മണി വരെയൊക്കെ അവർ ബോട്ട് ഓടിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ ചെന്നത് ലേറ്റ് ആയതുകൊണ്ട് ലോങ് റൂട്ട് പോകാൻ പറ്റത്തില്ല. എന്നാലും അത്യാവശ്യം കൊണ്ടുപോയി കറക്കി റിസോർട്ടിൻ്റെ അതിലെ കൂടെ കൊണ്ടുപോയി നമ്മളെ കൊണ്ടുവരാമെന്ന് പറഞ്ഞു കേട്ടോ. ഈ ബോട്ടിലാട്ടോ നമ്മൾ പോകുന്നത്. മൂത്താപ്പൻ എന്ന് പറഞ്ഞാണ് അതിൻ്റെ പേര്. ചേട്ടന് അത്യാവശ്യം നൈസായിരുന്നു, നല്ല കമ്പനിയൊക്കെ ആയിരുന്നു കേട്ടോ.
ഒരകത്ത് നിങ്ങൾക്ക് വരുമ്പോൾ ഇങ്ങനത്തെ ബോട്ടിൽ സഞ്ചരിക്കണമെന്നുണ്ടെങ്കിൽ നേരെ ബോട്ട് ജെറ്റിലോട്ട് വന്നിട്ട് അവിടെ ആൾക്കാർ നിൽപ്പുണ്ടാവും കേട്ടോ. കുറേ ആൾക്കാർ നിൽപ്പുണ്ടാവും. അവിടെ അത്യാവശ്യം സ്റ്റാൻഡേർഡ് റേറ്റ് തന്നെയാണ്, ഒത്തിരി ഓവർ പ്രൈസ്ഡ് ഒന്നുമില്ല. 800 രൂപയ്ക്കാണ് നോർമലി മേടിക്കുന്നത്. ഇപ്പോൾ 1.5 മണിക്കൂറൊക്കെ ആണെങ്കിൽ 1200 ആ റേഞ്ചിലൊക്കെ. പിന്നെ രണ്ട് രീതിയിൽ പോകാൻ പറ്റും കുമരകത്ത്. ഒരു മണിക്കൂർ കൊണ്ട് മെയിനായിട്ടുള്ള വാട്ടർ ചാനലിൽ കൂടെയൊക്കെ പോകത്തുള്ളൂ കേട്ടോ. 1.5 മണിക്കൂറാണെങ്കിൽ ആ ഇടവഴി കൂടെയൊക്കെ രണ്ട് സൈഡിലും വീടുകളൊക്കെ ഇരിക്കുന്ന ചെറിയ വാട്ടർ ചാനലിൽ കൂടെയൊക്കെ കൊണ്ടുപോയി കാണിച്ചു തരും കേട്ടോ. അപ്പോൾ നമ്മൾ തുടങ്ങിയത് ഒരു 6 മണിയൊക്കെ ആവുന്ന സമയമായപ്പോഴാണ്. മിന്നുനെ കൊണ്ടുവരാൻ പറ്റിയില്ല. മിന്നുന് വർക്ക് ഫ്രം ഹോം ആണെങ്കിലും അവൾക്കൊരു ഇമ്പോർട്ടൻറ്റ് കോൾ ഉണ്ടായിരുന്നു. അപ്പോൾ ബോട്ടിലിരുന്ന് വൈഫൈ കിട്ടിയില്ല, പ്രശ്നമായതുകൊണ്ട് അവൾ അവിടെ ഇരുന്ന് വർക്ക് ചെയ്തോളാം. 7 മണിയാകുമ്പോഴത്തേക്ക് അവളുടെ വർക്കൊക്കെ കഴിയും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ച് ചില്ല് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. കാശിക്ക് ആദ്യമൊക്കെ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. ആ ബോട്ട് പോകുന്നതൊക്കെ കണ്ടപ്പോഴത്തേക്ക് ആടി ഒലഞ്ഞല്ലേ പോകുന്നത്, അതുകൊണ്ട് ഇച്ചിരി പേടിയുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആളങ്ങ് ആക്റ്റീവായി കേട്ടോ. പിന്നെ അതിൻ്റെ ഏറ്റവും മുന്നിലൊക്കെ പോയി ആളിരിപ്പുണ്ടായിരുന്നു. ഈ ട്രിപ്പിൽ ഏറ്റവും എൻജോയ് ചെയ്തത് കാശിയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് അത്യാവശ്യം നല്ല വീഡിയോസൊക്കെ എടുത്ത് നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് ചില്ല് ചെയ്തിരുന്നു കേട്ടോ. ഇന്നത്തെ സൺസെറ്റ് ഓൾമോസ്റ്റ് ഒരു 6:45 കേട്ടോ കുമരകത്ത്. ഞാൻ ചെക്ക് ചെയ്തായിരുന്നു ഓൺലൈനിൽ. ഇപ്പോൾ ഓഫ് സീസൺ ആയതുകൊണ്ട് അത്യാവശ്യം വളരെ ചീപ്പായിട്ട് ഹൗസ് ബോട്ടുകളും നോർമൽ ബോട്ടുകളും ഒക്കെ കിട്ടും കേട്ടോ. റിസോർട്ട്സ് ആണെങ്കിലും അത്യാവശ്യം ചീപ്പായിട്ട് കിട്ടും. 2 മാസം കഴിഞ്ഞാൽ റേറ്റ് കൂടും കേട്ടോ. കുറച്ചങ്ങ് പോയി കഴിയുമ്പോഴത്തേക്ക് ഈ മോട്ടറിൻ്റെ ആ ഒച്ചയും ആ വെള്ളത്തിൻ്റെ ആ ഒരു വിഷ്വൽസും ഇതെല്ലാം കണ്ടു കഴിയുമ്പോൾ ആൾക്കാരൊന്നും ഇല്ലാതെ കാണുമ്പോഴത്തേക്ക് നമ്മുടെ മൈൻഡ് ഭയങ്കരമായിട്ട് കാമാവും കേട്ടോ. 7 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ ഹോട്ടലിലേക്ക് തിരിച്ചെത്തി കേട്ടോ. അത് കഴിഞ്ഞൊന്ന് ഫ്രഷൊക്കെ ആയിട്ട് നമുക്കൊന്ന് പൂളിലൊക്കെ ചാടാമെന്ന് പറഞ്ഞു. ഞാൻ ആ പോക്കറ്റ് 3 മേടിച്ച് റിട്ടേൺ അടിച്ചതിൻ്റെ പിറ്റേ ദിവസമാട്ടോ നമ്മളീ പോകുന്നത്. ഞാൻ ഈ വീഡിയോസ് എല്ലാം പോക്കറ്റ് 3 ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇരുന്നിരുന്നത്. പക്ഷേ നടന്നില്ല, അത് റിട്ടേൺ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ എടുത്തില്ല കേട്ടോ. അപ്പോൾ രാത്രിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല ഭംഗി കേട്ടോ കാണാൻ. ഈ വാം ലൈറ്റൊക്കെ ഇട്ടുമ്പോഴത്തേക്ക് റിസോർട്ട് കാണാൻ അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതെന്താണ് മുങ്ങാങ്കുഴിയ? കാശിയുടെ സ്കിൽ സെറ്റ്സ് കാണിക്കൂ. കാശിക്കുട്ടന് അത്യാവശ്യം നീന്താൻ അറിയാം കേട്ടോ. അവനായി പോകുന്നത്. കാശി ഒഴിച്ച് ഞങ്ങൾക്ക് ആർക്കും നീന്താൻ അറിയത്തില്ല കേട്ടോ. ഞങ്ങൾ വെറുതെ പൂളിലൊക്കെ ഇറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കളിക്കാം കേട്ടോ. വെറുതെ മൂങ്ങാങ്കുഴിയൊക്കെ ഇട്ടു. പിന്നെ നമുക്ക് ആ ലൈഫ് ജാക്കറ്റിൻ്റെ സാധനം കിട്ടി. അത് കിട്ടിയപ്പോൾ പിന്നെ ഫുൾ ധൈര്യമായി. പിന്നെ അതിട്ട് നമ്മൾ ഫ്ലോട്ട് ചെയ്ത് കിടക്കലൊക്കെ ആയിരുന്നു കേട്ടോ പരിപാടി. ഏതായാലും ഒരു 1.5 മണിക്കൂർ നമ്മൾ അതിനകത്ത് എൻജോയ് ചെയ്ത് കളിച്ച് മടുത്ത് കേട്ടോ. പൂളൊക്കെ അത്യാവശ്യം നല്ല മെയിൻറ്റെയിൻഡാണ്. രാത്രി കുറച്ച് വെള്ളം കളിയും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ കിടന്നുറങ്ങി കേട്ടോ. നമുക്കവിടെ ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആയിരുന്നു കേട്ടോ. അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ രാവിലെ ഡീഹൈഡ്രേഷൻ കാരണം ഒരു 7 മണിയായപ്പോൾ എണീറ്റു. അത് കഴിഞ്ഞ് എന്താ മെനു ഒക്കെ ഉള്ളതെന്ന് നോക്കാൻ വേണ്ടി ഒന്ന് ബൊഫേയിൽ പോയതുണ്ടോ. അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ട്. ഞാനൊരു ഇഡ്ഡലിയും ഒരു ഓംലെറ്റും ഒരു വാട്ടർമെലൺ ജ്യൂസിനാണ് ഓർഡർ ചെയ്തത്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ പുറകോട്ടൊന്നും പോയിട്ടോ. ഇന്നലെ വന്നപ്പം രാത്രി ആയതുകൊണ്ട് ആമ്പൽപ്പാടവും ഇതൊന്നും കാണാൻ പറ്റിയില്ല, എന്തൊക്കെ സെറ്റപ്പ് ഉണ്ടെന്ന്. അപ്പോൾ പോയി നോക്കിയപ്പോൾ നല്ല ഫുൾ ഫ്ലെജ്ഡ് ആയിട്ടുള്ള ആമ്പൽപ്പാടം കേട്ടോ. ആമ്പലെല്ലാം ഇച്ചിരി വാടിപ്പോയി. കാരണം വെച്ചാൽ നമ്മൾ എണീറ്റ് വന്നത് 10-11 മണി ആയപ്പോഴത്തേക്കാണ്. എന്നാലും നല്ല ഭംഗിയാട്ടോ കാണാൻ. 2-3 പൂത്ത് വെക്കുന്ന വീഡിയോയൊക്കെ അത് ജസ്റ്റ് കാണാൻ പറ്റും. പിന്നെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അവിടെ ഒരു നല്ല ചൂണ്ട കിടക്കുന്നു കേട്ടോ. അവിടെ പിടിക്കാൻ വലിയ മീനൊന്നുമില്ല, ഗപ്പി മാത്രമൊക്കെ കാണുള്ളായിരിക്കും. പിന്നെ നമ്മൾ കുറച്ച് നേരം അതൊക്കെ ഇട്ട് നോക്കി എല്ലാം കിട്ടുമെന്നറിയാൻ വേണ്ടി. നമ്മളവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് കാശിക്കൂട്ടം വന്നു കേട്ടോ. ചേട്ടൻ ചേച്ചിയൊക്കെ റെഡി ആയിട്ടുണ്ട്, നമുക്ക് പിന്നെ പുറത്ത് പോകാമെന്ന് പറഞ്ഞിട്ടാട്ടോ എന്നെ വിളിക്കാൻ വേണ്ടി വന്ന കേട്ടോ അവൻ. അത്യാവശ്യം ഈ പ്രോപ്പർട്ടി നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. എങ്ങോട്ട് നോക്കിയാലും നല്ല ഗ്രീനറിയും നല്ല ഭംഗിയായിട്ടോ കാണാൻ. ഇവിടെ ഞങ്ങൾ വന്ന സമയത്ത് വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. ഓഫ് സീസൺ ആയതുകൊണ്ട് അധികം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് നല്ല പീസ്ഫുള്ളും ആയിരുന്നു. ഇതവിടെ ഒരു വള്ളിക്കൂടാരം എന്ന് പറഞ്ഞൊരു സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. വെറുതെ ഒരു കാട് പോലെ പിടിപ്പിച്ച് അതിൻ്റെ അകത്ത് ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം കസേരയൊക്കെ ഇട്ട് ചായ കുടിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മളൊന്ന് പൂളൊന്ന് പോയി നോക്കിയിട്ട് രാവിലെ. ഇതാണ് അവിടുത്തെ പൂള്, അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലേ. ഇനി ബാക്ക് ടു വള്ളിക്കൂടാരം. വള്ളിക്കൂടാരം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇരിക്കാനുള്ള സെറ്റപ്പാട്ടോ. നല്ല തണുപ്പാട്ടോ. ഈ കാടൊക്കെ പിടിപ്പിച്ചേക്കുന്നതുകൊണ്ട് അത്യാവശ്യം നല്ല തണുപ്പാണ്. ഞങ്ങൾ രാത്രി ഇവിടെ വന്ന് കുറച്ച് നേരമൊക്കെ ഇരുന്നായിരുന്നു. ലൈറ്റൊക്കെ ഇട്ട് കഴിയുമ്പോൾ നല്ല ഭംഗിയായിട്ട് അത് കാണാൻ. വെറുതെ ഇരിക്കാനുള്ളൊരു സ്പോട്ടെന്നേ ഉള്ളൂ, അല്ലാണ്ട് വേറൊന്നുമില്ല. പിന്നെ ഒരു ബ്രെഡ് ടോസ്റ്റും കാപ്പിയായിട്ട് ഓർഡർ ചെയ്തേ. അപ്പോൾ അവളും കൂടെ കഴിച്ചിട്ട് നമുക്ക് മേളിലേക്ക് പോയി റെഡിയായി കുളിച്ചിറങ്ങാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ കുമരകത്തുള്ള ബേർഡ് സാഞ്ചുറിയില്ല കേട്ടോ. ഇത്ര നാളിവിടെ താമസിച്ചിട്ട് ഞാൻ ഇതുവരെ ഈ ബേർഡ് സാഞ്ചുറി കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഒന്ന് പോയി കണ്ടേക്കാമെന്ന് ഓർത്തു. നമ്മൾ ഇന്നലെ വന്ന ബോട്ട് ജെട്ടിയുടെ അടുത്ത് തന്നെയാട്ടോ ഇത്. KTDCയുടെ വാട്ടർ സ്കേപ്സ് എന്ന് പറഞ്ഞൊരു റിസോർട്ടുണ്ട്. അതിനും ഈ കുമരകം ബേർഡ് സാഞ്ചുറിക്കും ഒരേ എൻട്രൻസ് ആട്ടോ. ഒരു മുളയൊക്കെ വെച്ചുള്ളൊരു എൻട്രൻസ് ആട്ടോ. അപ്പോൾ അത് വഴി കൂടെ വരുമ്പോൾ തന്നെ നമുക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് കയറണേ നമ്മൾ ടിക്കറ്റ് എടുക്കണം കേട്ടോ. 100 രൂപയാണ് ഒരു പേഴ്സണ്. അപ്പോൾ നമുക്ക് 560 രൂപയായിട്ട് പാർക്കിംഗ് ഉൾപ്പെടെ. അവിടെ റിസപ്ഷനിൽ ഇരിക്കുന്ന ആൾക്കാർ വളരെ ഹെൽപ്ഫുൾ ആട്ടോ. വളരെ ഡീറ്റെയിൽ ആയിട്ട് 2 കിലോമീറ്റർ ട്രെക്കുണ്ട്. നമ്മൾ ലാസ്റ്റ് ചെന്ന് നമ്മുടെ വാച്ച് ടവർ ഉണ്ട്. അവിടെ ചെല്ലുമ്പോഴേ മൃഗത്തിനെ കാണാൻ പറ്റും, ആനിമൽസിനെ കാണാൻ പറ്റുള്ളൂ എന്നൊക്കെ ക്ലിയർ ആയിട്ട് ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നാണ് ട്രക്കിംഗ് തുടങ്ങുന്നത്. ഇവിടുന്ന് ലെഫ്റ്റാണ് വാട്ടർ സ്കേപ്സിൻ്റെ KTDCയുടെ റിസോർട്ട് ഉള്ളത്.
അപ്പോൾ നമ്മൾ റൈറ്റ് കിടക്കുന്ന വഴി ബേഡ് സാഞ്ചുറിയിലേക്ക് പോകുന്ന കേട്ടോ. നല്ല പേയ്മെൻ്റ് ഒക്കെ ഇട്ട റോഡാണ്, അത്യാവശ്യം നല്ല ഡെൻസാണ്, വെള്ളമൊക്കെ കയറി ഇറങ്ങി കിടക്കുന്ന സ്ഥലം കേട്ടോ. അപ്പോൾ ചെറിയ പിള്ളേരൊക്കെ ആയിട്ട് വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കെയർഫുൾ ആയിട്ടിരിക്കണം കേട്ടോ. ഇവിടെയൊക്കെ വെള്ളത്തിൻ്റെ ചെറിയ പ്രശ്നമൊക്കെ ഉണ്ട്, അവരെപ്പോഴും കെയർഫുള്ളായിട്ട് നോക്കുകയൊക്കെ വേണം. പ്രോപ്പർട്ടി മൊത്തത്തിനൊരു മെയിൻ്റനൻസിന് കുറവുണ്ട് കേട്ടോ, അതുകൊണ്ട് കുറച്ച് കാട് പിടിച്ച് കിടക്കുന്നത്. കുറച്ചങ്ങ് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഈ പേയ്മെൻ്റ് ഒന്നും കാണാനില്ല. ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഒരു ബൈനോക്കുലറൊക്കെ ആയിട്ട് വരുന്ന കേട്ടോ നല്ലത്. അങ്ങനെയാണെങ്കിലേ നമുക്ക് പക്ഷികളെ നല്ലോണം സ്പോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇതിലെ കൂടെ നടക്കുമ്പോൾ നമ്മൾ സംസാരിക്കുകയോ വേറെ ഒച്ച വെക്കുകയോ ഒന്നും ചെയ്യരുത്, നമ്മൾ സൈലൻ്റ് ആയിട്ട് നടക്കണം. എന്നാലേ നമുക്ക് സൗണ്ട് കൊണ്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും കേട്ടോ. മഴയൊക്കെ പെയ്തുകൊണ്ട് പ്രോപ്പർട്ടിക്കകത്തൊക്കെ വെള്ളം കയറി കിടപ്പുണ്ട് കേട്ടോ. കുറച്ചിങ്ങോട്ട് പോകുന്ന നേരത്തേക്ക് മുഴുവൻ ചെളിക്കുണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ ആ ചെളിയൊക്കെ ചവിട്ടിയാണ് നടക്കുന്നത്, കെയർഫുള്ളായിട്ട് നടക്കണം നമ്മൾ. രണ്ടോടെ തന്നെ വീഴാൻ പോയി. അങ്ങനെ നമ്മൾ നടന്നൊരു മരത്തിൻ്റെ സ്ഥലത്ത് വന്നപ്പോൾ ഞങ്ങളിരുന്നു. ഈ പോരുന്ന വഴിക്കൊക്കെ നിറച്ച് വേസ്റ്റ് ആട്ടോ. ഇത് വന്നവരാണോ അതോ ഈ പരിസരത്ത് താമസിക്കുന്നവരാണോ കൊണ്ടിട്ടേന്ന് അറിയത്തില്ല. നിറച്ച് പ്ലാസ്റ്റിക് കുപ്പിയും കള്ളുകുപ്പിയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആട്ടോ. നമ്മൾ നടന്ന് അതിൻ്റെ എൻഡിലെത്തിയപ്പോഴത്തേക്ക് നമ്മൾ ഇന്നലെ പോയ ബോട്ടിങ്ങിന് പോയ സ്ഥലത്തിൻ്റെയൊക്കെ ഏകദേശം റിസോർട്ടിൻ്റെ ബാക്കൊക്കെ ആയിട്ടാണ് കാണുന്നത്. ഈ എൻഡിൽ വന്നപ്പോഴത്തേക്ക് ഇവിടെ ഒരു ബോർഡ് കണ്ടു കേട്ടോ, രസകരമായ ഒരു ബോർഡ് കണ്ടതാണ്. ഇത് ശരിക്കും ഒരു ഐലൻഡ് പോലെ ആയിട്ടിരിക്കുന്നത്. ഇതുണ്ട്, വെള്ളമൊക്കെ കയറി കിടക്കുന്നത് കണ്ടോ. അത് നല്ല കാറ്റുണ്ട്, നല്ല തണുപ്പ് കേട്ടോ, നല്ല വെതറായിരുന്നു. നമ്മൾ ഈ നടന്നു വന്നതിൻ്റെ ഒക്കെ ക്ഷീണം മാറി കേട്ടോ. അവിടെ കുറച്ച് നേരം ഇരുന്ന് ഈ വ്യൂ ഒക്കെ എൻജോയ് ചെയ്തപ്പോഴത്തേക്ക് നമ്മളിവിടെ നിന്ന് ഓപ്പോസിറ്റ് കാണുന്നത് കോക്കനട്ട് ലഗൂൺ എന്ന് പറഞ്ഞ കുമരത്തുള്ള റിസോർട്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറേ നേരം ഇവിടെ ഇരുന്ന് കാറ്റൊക്കെ കൊണ്ട് ഈ നടന്നതിൻ്റെ ക്ഷീണമൊക്കെ അങ്ങ് മാറ്റി. ഇവിടുന്ന് 2 കിലോമീറ്റർ ഉണ്ട് കേട്ടോ വാച്ച് ടവർ. അവിടെ ഫുൾ ചെളിയായതുകൊണ്ട് നമ്മൾ പോയില്ല. പിന്നെ നമ്മൾ കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് നടന്നു കേട്ടോ. പിന്നെ എല്ലാവർക്കും മടുത്തു തുടങ്ങി. പിന്നെ ഇത് വഴി കണ്ട ഒരു മര, എങ്ങനെയായാലും അതിന് മണ്ടയ്ക്ക് കയറുന്നൊരു ഫോട്ടോ എടുക്കണം എന്നോർത്താണ് തമിഴിലിന് വേണ്ടി. പക്ഷെ സംഭവം നടന്നില്ല. തിരിച്ചു വരുന്ന വഴിക്ക് ചേട്ടൻ്റെ കയ്യിൽ നിന്ന് ഒരു കരിക്ക് മേടിച്ച് കുടിച്ചു കേട്ടോ, നല്ല റിഫ്രഷിംഗ് ആയിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ കോട്ടയത്ത് വന്ന് ഫുഡൊക്കെ കഴിച്ച് ചേട്ടനെയും ചേച്ചിയും കാശിനെയും കൊണ്ട് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്തിട്ട് വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ചാനലിൻ്റെ പേര് അതുൽ POV എന്നാണ്. എൻ്റെ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.